ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ റിലീഫ്. 1 വർഷം 2 ബൈബാക്കുകൾക്ക് അനുമതി. മെർജറുകൾ ഫാസ്റ്റ് ട്രാക്ക്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ ബിസിനസ് ന്യൂസിൽ. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. കോർപ്പറേറ്റ് ലോസ് അമെൻഡ്മെന്റ് ബിൽ 2026. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ മാർച്ച് 23-ന് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലാണിത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൂട്ടുക എന്നതാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. കംപ്ലയിന്റ്സ് ലഘൂകരിക്കുക, മെർജറുകളും ബൈബാക്കുകളും എളുപ്പമാക്കുക തുടങ്ങിയവയും ഇതിന്റെ ഫലങ്ങളായി പ്രതീക്ഷിക്കുന്നു. പ്രധാന മാറ്റങ്ങൾ. ബൈബാക്ക് നിയമത്തിൽ വലിയ റിലാക്സേഷൻ. ഇപ്പോൾ 1 സാമ്പത്തിക വർഷം 1 ബൈബാക്ക് മാത്രം, കുറഞ്ഞത് 1 വർഷം ഗ്യാപ്പ്. പുതിയ നിർദ്ദേശം: ചില ക്ലാസ് കമ്പനികൾക്ക്, പ്രത്യേകിച്ച് ഡെപ്റ്റ് ഫ്രീ കമ്പനികൾക്ക് 1 വർഷം 2 ബൈബാക്കുകൾ അനുവദിക്കും. രണ്ടാമത്തെ ബൈബാക്ക് ആദ്യത്തിന്റെ അവസാനത്തിന് ശേഷം കുറഞ്ഞത് 6 മാസം കഴിഞ്ഞ് മാത്രം. 25% ലിമിറ്റ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് ചില കമ്പനികൾക്ക് കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാനും നിർദ്ദേശം. ഷെയർ ഹോൾഡർമാർക്ക് കൂടുതൽ റിട്ടേൺസ് നൽകാനും ക്യാപിറ്റൽ സ്ട്രക്ചർ ഓപ്റ്റിമൈസ് ചെയ്യാനും സഹായിക്കും. ഫാസ്റ്റ് ട്രാക്ക് മെർജറുകൾ ആൻഡ് എമാൽഗമേഷനുകൾ നിലവിൽ. ക്രെഡിറ്റേഴ്സിന്റെ 90% അപ്രൂവൽ ആവശ്യം. പുതിയത് 75% മെമ്പേഴ്സ് അപ്രൂവൽ വാല്യൂ അടിസ്ഥാനത്തിൽ മതി. ക്രെഡിറ്റേഴ്സിനും 75% മതി. ഷെയർ ഹോൾഡേഴ്സ് 75%-ലധികം അപ്രൂവൽ ഉണ്ടെങ്കിൽ പ്രക്രിയ വേഗത്തിലാക്കും. M&A ഡീലുകൾ വേഗത്തിലും ചെലവ് കുറഞ്ഞതുമാക്കും. മറ്റ് പ്രധാന സവിശേഷതകൾ കൂടി നോക്കാം. ചെറിയ കമ്പനികളുടെ ഡെഫിനിഷൻ വിശാലമാക്കൽ. ടേൺഓവർ, ക്യാപിറ്റൽ ലിമിറ്റ് ഉയർത്തി. പല പ്രൊസീജറൽ ഓഫൻസുകൾ ഡിക്രിമിനലൈസ് ചെയ്ത് സിവിൽ പെനാൽറ്റിയാക്കും. CSR നോമുകളിൽ ഫ്ലെക്സിബിലിറ്റി. ഹൈബ്രിഡ് AGM, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നിവ സുഗമമാക്കൽ. നിലവിലെ സ്റ്റാറ്റസ്. ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ശേഷം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPCയിലേക്ക് റെഫർ ചെയ്തു. JPC റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മാത്രമേ ബിൽ പാസ്സാകൂ. അതിനാൽ ഇത് ഇതുവരെ നിയമമായിട്ടില്ല. പക്ഷേ കോർപ്പറേറ്റ് ലോകത്ത് വലിയ പ്രതീക്ഷയുണ്ട്. ഡെപ്റ്റ് ഫ്രീ, ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനികൾ, M&A ചെയ്യാൻ ശ്രമിക്കുന്ന ടെക്, ഫാർമ, ഫിനാൻഷ്യൽ സെക്ടറുകൾ, ഷെയർ ഹോൾഡർ റിട്ടേൺസ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ തുടങ്ങിയവയായിരിക്കും ഇതിന്റെ പ്രഥമ ഗുണഭോക്താക്കൾ. ഈ ബിൽ പാസ്സായാൽ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള വേഗതയും ലഭിക്കും. ഞാൻ ദേവിക, ബുക്കർമാൻ. ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.